ടെഹ്റാനിൽ നടന്ന ഖുദ്സ് ദിന റാലിയിൽ പങ്കെടുത്ത ഇറാൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ടെഹ്റാനിൽ നടന്ന ഖുദ്സ് ദിന റാലിയിൽ ആയിരക്കണക്കിന് ഇറാനികളുടെ കൂടെ 5 ദിവസം മുൻപ് നടന്ന റാലിയിൽ പങ്കെടുത്ത അലി ലാരിജാനി കൊല്ലപ്പെട്ട റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇറാൻ നടുക്കത്തിലാണ്. US പ്രസിഡന്റ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ചുള്ള നേതാവും ഇറാന്റെ പ്രത്യാക്രമണങ്ങളുടെ സൂത്രധാരനുമാണ് കൊല്ലപ്പെട്ട അലി ലാരിജാനി. ഇന്നലെ രാത്രി ടെഹ്റാൻ കേന്ദ്രീകരിച്ച് നടത്തിയ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് സ്ഥിരീകരിച്ചത്. ഇറാൻ ഭരണകൂടത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ മറ്റൊരു വ്യോമാക്രമണത്തിൽ അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് സേനയുടെ തലവൻ ഗോലമീർസ സോലമനിയെയും കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ ഇറാൻ നഷ്ടമായിരുന്നു. ശേഷം ഇറാന്റെ രാഷ്ട്രീയ സൈനിക തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു അലി ലാരിജാനി. എന്നാൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളോട് ഇറാൻ പ്രതികരിക്കുമ്പോൾ സ്ഥിരീകരണവും വ്യക്തമാവുകയാണ്. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനേയുടെ അടുത്ത അനുയായിയാണ് അലി ലാരിജാനി. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറിയും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന അലി ലാരിജാനിയുടെ മരണം പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. 2026 മാർച്ച് 17 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. കടുത്ത യാഥാസ്ഥിതിക നിലപാടുകൾക്കിടയിലും നയതന്ത്രത്തിൽ പ്രായോഗികത പുലർത്തിയ ഇയാൾ ഇറാന്റെ അധികാര ശ്രേണിയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ്. 1957 ഇറാഖിലെ നജാഫിൽ ഒരു പ്രമുഖ മതപണ്ഡിത കുടുംബത്തിലാണ് ലാരിജാനിയുടെ ജനനം. ഇറാനിലെ രാഷ്ട്രീയ മത നേതൃത്വത്തിൽ വലിയ സ്വാധീനമുള്ള ഈ കുടുംബത്തെ ടൈം മാഗസിൻ മുമ്പ് ഇറാനിലെ കെനഡി കുടുംബം എന്നാണ് വിശേഷിപ്പിച്ചത്. ടെഹ്റാൻ സർവകലാശാലയിൽ നിന്ന് പാശ്ചാത്യ തത്വചിന്തയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. കാറ്റിന്റെ തത്വചിന്തകളെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ഈ അക്കാദമിക പശ്ചാത്തലം കാരണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തെ പലപ്പോഴും തത്വചിന്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിൽ ചേർന്നുകൊണ്ടാണ് ലാരിജാനി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് സാംസ്കാരിക മന്ത്രിയും സർക്കാർ വാർത്താ വിതരണ സ്ഥാപനമായ IRIBയുടെ മേധാവിയുമായി ഇയാൾ പ്രവർത്തിച്ചു. 2008 മുതൽ 2020 വരെ തുടർച്ചയായി 3 തവണ, അതായത് 12 വർഷം ഇയാൾ ഇറാന്റെ പാർലമെന്ററി സ്പീക്കറായിരുന്നു. യാഥാസ്ഥിതിക വിഭാഗത്തിനും മിതവാദികൾക്കും ഇടയിലുള്ള ഒരു പാലമായി വർദ്ധിക്കാൻ ഈ കാലയളവിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇറാന്റെ മുഖ്യ ആണവ മധ്യസ്ഥനായിരുന്ന ഇദ്ദേഹം 2015 പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആണവ കരാറ് യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം വീണ്ടും ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറിയായി നിയമിതനാകുന്നത്. 2026 ഫെബ്രുവരി 28 US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെടുകയും പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയിക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറാന്റെ ഭരണ നേതൃത്വത്തിലെ അപ്രഖ്യാപിത രണ്ടാമനായി ലാരിജാനി മാറിയിരുന്നു. ഇറാന്റെ സുരക്ഷാ നയങ്ങൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും പിന്നീട് നേതൃത്വം നൽകിയതും ഇദ്ദേഹമാണ്. പാശ്ചാത്യ തത്വചിന്തയിലുള്ള ആഘാതമായ പാണ്ഡിത്യവും അദ്ദേഹം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക പ്രത്യാഘാത നിലപാടുകൾ സ്വീകരിച്ചതും കാരണമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അദ്ദേഹത്തെ പ്രതികാരം തേടുന്ന തത്വചിന്തകൻ എന്ന് വിശേഷിപ്പിച്ചത്. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രതിരോധം തീർക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളോട് അദ്ദേഹം ശക്തമായ ആഹ്വാനം ചെയ്തിരുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ടെഹ്റാനിൽ നടന്ന ഖുദ്സിന റാലിയിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനൊപ്പം പങ്കെടുത്തതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രധാന പൊതുപരിപാടി. 2026 മാർച്ച് 17 ടെഹ്റാനിൽ വെച്ചാണ് ലാരിജാനിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തോടൊപ്പം മകനും അംഗരക്ഷകനും ബാസിജ് അർദ്ധസൈനിക വിഭാഗം കമാൻഡർ ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേലിന്റെ സ്ഥിരീകരണം. ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതി ഇത് ശരിവെക്കുകയും ചെയ്തു. അലി ലാരിജാനിയുടെ മരണം ഇറാന്റെ നേതൃത്വത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുമായി നയതന്ത്ര ആശയവിനിമയം നടത്താൻ പ്രാപ്തിയുള്ളതും അതേസമയം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് നേതൃത്വം നൽകാൻ കൽപ്പുള്ളതുമായിട്ടുള്ള ഏറ്റവും പരിചയസമ്പന്നനായ ഒരു തന്ത്രജ്ഞനെയുമാണ് ഇറാനും നഷ്ടമായത്.